2000 ആണ്ടിൽ മഹാജൂബിലി വർഷത്തോടനുബന്ധിച്ച് ആരംഭിച്ചതാണ് നമ്മുടെ ഈ ലോഗോസ് ക്വിസ്. ഇന്ന് 22 വർഷങ്ങൾ പൂർത്തീകരിക്കുകയാണ്. കോവിഡ് കാലത്തെ ഒരു 3 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഈ 2022 ലോഗോസ് ക്വിസ് ഇന്നിവിടെ പൂർണ്ണമാവുകയാണ്. ഇതിൽ ഇന്ന് റണ്ണറപ്പായിട്ട്, അതായത് വളരെ ആവേശകമായ ഒരു മത്സരമായിരുന്നു. അവസാന ചോദ്യം വരെ ആവേശം നിറഞ്ഞ ഒരു മത്സരമായിരുന്നു നമ്മുടെ ഇവിടെ കഴിഞ്ഞത്. അതിൽ നിന്ന് റണ്ണറപ്പായിട്ട് ഇവിടെ എത്തിയിരിക്കുന്നത് പാലാ രൂപതയിൽ നിന്നുള്ള അഞ്ജന ടോജിയാണ്. നമുക്ക് അഞ്ജന ടോജിയുടെ വിശേഷങ്ങൾ ചോദിക്കാം. അഞ്ജന, ഇപ്പം എന്ത് തോന്നുന്നു? സന്തോഷമുണ്ട്. ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ സെമി ഫൈനലൊക്കെ വരുന്നത്. അപ്പം ഇത്ര എത്താൻ പറ്റിയത് വലിയൊരു ദൈവാനുഗ്രഹമായിട്ട് ഞാൻ കരുതുന്നു. എന്ത് പ്രതീക്ഷിച്ചായിരുന്നു? അതായത് ഇപ്പം നിങ്ങൾ ഇതിനുവേണ്ടി ഒരുങ്ങിയപ്പോഴൊക്കെ ഇങ്ങനെ ഫൈനൽ റൗണ്ട് അല്ലെങ്കിൽ പ്രതിഭാ മത്സരത്തിന് എത്തുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു? ഇല്ല, അങ്ങനെ ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. ആദ്യമായിട്ടാണോ പ്രതിഭാ മത്സരത്തിൽ എത്തുന്നത്? അതെ, ആദ്യമായിട്ടാണ്. പ്രതിഭാ മത്സരത്തിലേക്ക് ഇപ്പം ഇന്നലെ ആയിരുന്നു നിങ്ങളുടെ മത്സരം. അത് കഴിഞ്ഞപ്പോൾ പ്രതിഭാ മത്സരത്തിലേക്ക് കയറി കഴിഞ്ഞപ്പോൾ എന്തായിരുന്നു എല്ലാവരുടെയും? സന്തോഷമായിരുന്നു. അങ്ങനെ പ്രതീക്ഷിച്ചില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഫൈനലൊക്കെ എഴുതുന്നത്. അതുകൊണ്ട് അങ്ങനെ കിട്ടുമെന്ന് അങ്ങനെ പ്രതീക്ഷിച്ചിരുന്നില്ല. അപ്പം സന്തോഷം തോന്നി. എവിടെയാണ് വീട്? എൻ്റെ വീട് മേരിലാൻഡ്, പാല. ആരൊക്കെയുണ്ട് വീട്ടിൽ? ഹസ്ബൻഡുണ്ട്, പിന്നെ ഹസ്ബൻഡ് പപ്പ, അമ്മ, പിന്നെ കുഞ്ഞു കൊച്ചുണ്ട്. എത്ര വയസ്സുണ്ട് കൊച്ചിന്? 1 വയസ്സ്. ഈ 1 വയസ്സുള്ള കൊച്ചിനെ വെച്ചിട്ട് നിങ്ങൾ എങ്ങനെ ഇത് പഠിക്കാനൊക്കെ പറ്റി? കാരണം ഈ ലോഗോസ് ക്വിസ് കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലായി ഭയങ്കര കടുകെട്ടി ചോദ്യങ്ങളും ഇതെന്താ സംഭവം എന്ന് പോലും അറിയാത്തൊരു, അത്രമാത്രം ബൈബിളെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ടെങ്കിലും. അപ്പോൾ ഇതെങ്ങനെ ഇത്രയും കാര്യങ്ങൾ വളരെ ഞാൻ അഞ്ജന ഞങ്ങൾ ശ്രദ്ധിക്കുകയായിരുന്നു. ആദ്യം മുതൽ അവസാനം വരെ ഒരു മത്സരത്തിൻ്റെ ചൂടിൽ തന്നെ നിന്നിരുന്നു അല്ലേ? അതിനുശേഷമാണ് ഫസ്റ്റ് ആർക്ക് സെക്കൻഡ് ആർക്ക് എന്ന ലെവലിലേക്ക് പോകാൻ സാധിച്ചുള്ളൂ. എങ്ങനെയാണ് ഇത്രയും ഇത് പഠിക്കാൻ പറ്റിയത്? പഠിക്കാൻ പറ്റിയത് വീട്ടിലെന്ന് പറഞ്ഞാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുമായിരുന്നു. ഹസ്ബൻഡിൻ്റെ അമ്മയും ഹസ്ബൻഡും പപ്പായൊക്കെ നല്ല സപ്പോർട്ടായിരുന്നു. അപ്പം കൊച്ചിനെ ഇച്ചിരി കരച്ചിലൊക്കെ ഉണ്ടെങ്കിലും മമ്മി നോക്കുമായിരുന്നു. അങ്ങനെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അങ്ങനെ നോക്കുമായിരുന്നു. പിന്നെ രൂപതയിൽ നിന്നാണെങ്കിലും ഭയങ്കര സപ്പോർട്ടായിരുന്നു. നമുക്ക് അവിടെ വിളിച്ച് ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ ഒക്കെ പറഞ്ഞു തരുമായിരുന്നു. അപ്പോൾ നമുക്കതിനനുസരിച്ച് പ്രിപ്പയർ ചെയ്യാൻ പറ്റി. ബാബു സാറ്, പിന്നെ ബീന ടീച്ചർ, പിന്നെ ജിസ് സാറൊക്കെ എല്ലാവരും, കുട്ടിയാന ടീച്ചറൊക്കെ ഭയങ്കര സപ്പോർട്ടായിരുന്നു. എത്ര വർഷമായിട്ട് എഴുതുന്നുണ്ട് ലോഗോസ് ക്വിസ്? ഞാൻ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് എഴുതിയിട്ടില്ല. എന്നൊരു 4-5 തവണ. വർക്ക് ചെയ്യുന്നുണ്ടോ? ഇപ്പോൾ കറൻലി വർക്ക് ചെയ്യുന്നില്ല. ഈ ദൈവവചനം അല്ലെങ്കിൽ ഇത്രമാത്രം ആഴത്തിൽ പഠിക്കാൻ, അല്ലെങ്കിൽ അതിനെ ഇത്രമാത്രം സ്നേഹിക്കാൻ, ഒരിക്കലും നമുക്ക് വെറുതെ പഠനത്തിന് വേണ്ടി മാത്രമായിട്ട് ഒരിക്കലും ദൈവവചനം നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. ആഴത്തിൽ സ്നേഹിക്കാൻ അതെവിടെ നിന്നാണ് ആ ഒരു ബാക്കപ്പ് കിട്ടിയത്? ഞാനിങ്ങനെ ബൈബിൾ ക്ലാസ്സൊക്കെ കേൾക്കുമായിരുന്നു. അങ്ങനെ കേട്ട് വചനത്തോട് താല്പര്യം തോന്നി പഠിക്കാൻ തുടങ്ങിയതാണ്. അങ്ങനെ ബൈബിളൊക്കെ വായിക്കണം എന്ന് തോന്നി, വായിച്ചു തീർത്തു. അപ്പം അങ്ങനെ. എത്ര നേരം ബൈബിൾ പഠിക്കാൻ വേണ്ടി ഒരു ദിവസം മാറ്റി വയ്ക്കും? അങ്ങനെയില്ല, എൻ്റെ സാഹചര്യം അങ്ങനെയാണ്. കൊച്ചൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ കിട്ടുന്ന സമയത്തൊക്കെ, അവസാനമൊക്കെ ആയപ്പോൾ കിട്ടുന്ന സമയത്തൊക്കെ പഠിക്കുമായിരുന്നു. കൊച്ച് 1 വയസ്സായുള്ളൂ അല്ലേ? ചെറിയ കുട്ടിയാണ്. അപ്പോൾ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ലേ കൊച്ചുമായിട്ട് പഠിക്കാനൊക്കെ? കുഴപ്പമില്ലായിരുന്നു. തീർച്ചയായിട്ടും വീട്ടിൽ എല്ലാവരും സപ്പോർട്ടായിരുന്നു. അവസാനമൊക്കെ മമ്മി നോക്കുമായിരുന്നു കൊച്ചിനെ. അപ്പം എനിക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റി. പിന്നെ എൻ്റെ വികാരിയച്ഛനായ ഷീനച്ഛനും ഒത്തിരി സപ്പോർട്ട് ചെയ്തു. ഈ മത്സരത്തിൻ്റെ ഈ നിമിഷങ്ങളിൽ എങ്ങനെയായിരുന്നു മാനസികാവസ്ഥ പോയിക്കൊണ്ടിരുന്നത്? അതായത് അവസാനത്തെ ചോദ്യം വരെ ആവേശം നിറഞ്ഞു. ഞങ്ങൾക്ക് അവിടെ കൂടിയിരുന്ന കാണികൾക്കും ഷൂട്ട് ചെയ്ത ഞങ്ങൾക്കൊക്കെ ആവേശം, ഇത് ആരായിരിക്കും എന്നുള്ളത്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ വരെ, ഇതിനു മുമ്പ് ഇങ്ങനെയൊന്നും അധികം സംഭവിച്ചില്ല. കാരണം ഏകദേശം ചിലപ്പോൾ ലാസ്റ്റ് റൗണ്ടിന് മുമ്പ് തന്നെ ഏകദേശം അറിയാൻ പറ്റും ഇന്ന ആൾ ഫസ്റ്റിലേക്ക്. കാരണം അത്രയും ഡിഫറൻസ് വ്യത്യാസം ഉണ്ടായിരുന്നു. ഇതൊരു 1.5 മാർക്കിൻ്റെ ഡിഫറൻസ് വരെയാണ് അവസാനത്തെ ചോദ്യം അല്ലെങ്കിൽ ആ റേഞ്ച് വരെ എത്തിയത്. അത് എങ്ങനെയായിരുന്നു ആ നിമിഷങ്ങൾ അഭിമുഖീകരിച്ചത്? ഞാൻ ശരിക്കും പറഞ്ഞാൽ അത് പ്രതീക്ഷിക്കാതെ വന്നതുകൊണ്ട് എനിക്ക് വലിയ ടെൻഷനില്ല. എന്നാലും അവസാനത്തെ റൗണ്ടൊക്കെ ആയപ്പം കിട്ടുമോ ഇല്ലയോ എന്നുള്ള ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. ടഫായിരുന്നോ അതോ എങ്ങനെയായിരുന്നു ക്വസ്റ്റ്യൻസ്? പ്രതീക്ഷിച്ചകളും ടഫായിരുന്നോ അതോ ഈസി ആയിരുന്നോ? ചില റൗണ്ട്സ് ടഫായിട്ട് തോന്നി, ചിലത് കുഴപ്പമില്ല അങ്ങനെ തോന്നി. ഏറ്റവും ഇഷ്ടപ്പെട്ട റൗണ്ട് ഏതായിരുന്നു അത്? മാപ്പ്. അതെനിക്ക് കുറച്ച് പെട്ടെന്ന് ചെയ്യാൻ പറ്റിയത്. ഓക്കെ, അപ്പോൾ എല്ലാവിധ ആശംസകളും. ഞങ്ങളത് ലോഗോസ് ക്വിസ് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എല്ലാ റൗണ്ടിലും വളരെ എന്താ പറയുക, ഭയങ്കര ധൈര്യത്തോടു കൂടി, ഭയങ്കര ആത്മവിശ്വാസത്തോടെ ആൻസർ ചെയ്യുന്നത് ഞങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ വർഷത്തെ അതായത് പ്രതിഭയായിരിക്കുന്നത് ലിമ ലിൻഡോ. ആ കുട്ടി കഴിഞ്ഞ വർഷം റണ്ണറപ്പായിരുന്നു. കഴിഞ്ഞ വർഷം മീൻസ് ഈ 3 വർഷം മുമ്പ് ലോഗോസിന് മുമ്പ് റണ്ണറപ്പായിരുന്നു. ഈ പ്രാവശ്യം പ്രതിഭയായിട്ട് മാറി. തീർച്ചയായിട്ടും
അഞ്ജനയ്ക്ക് ഈ വർഷത്തെ റണ്ണറപ്പാണ്, അടുത്ത വർഷത്തെ പ്രതിഭയാവാൻ കഴിയട്ടെ എന്ന് എല്ലാവിധ ആശംസിക്കുന്നു. ഇതിൽ ഇനി എഴുതിയില്ല, അടുത്ത വർഷം ഉണ്ടാവില്ല. ഓക്കെ കേട്ടോ, അപ്പോൾ എല്ലാവിധ ആശംസകളും നേരുന്നു.